അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം എന്നുള്ളത് മാതാപിതാക്കളുടെ കാൽപാദത്തിന് താഴെയാണ് എന്നാണ്. മാതാപിതാക്കളുടെ അതിൻ്റെ വിവക്ഷ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് സ്വർഗം കിട്ടുന്നത് എന്നാണ്. അതിനാൽ അള്ളാഹുവിനെ നാം അനുസരിക്കുകയും മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, ഒരു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ദുആ ചെയ്യുകയുണ്ടായി. 3 കാര്യങ്ങൾക്ക് വേണ്ടി. അതിലൊന്ന്, വൃദ്ധരായ മാതാപിതാക്കളുണ്ടായിട്ട് സ്വർഗപ്രവേശനം എളുപ്പമാക്കാത്തവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആമീൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ആമീൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം മാതാപിതാക്കളോട് നല്ല രീതിയിൽ നാം പെരുമാറുക. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, ഞാൻ ഏറ്റവും അധികം ഗുണം ചെയ്യേണ്ടത് ആരോട് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് എന്നാണ്. രണ്ടാമതും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മൂന്നാമതും ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് എന്നാണ്. നാലാമതാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനാൽ നാം മാതാപിതാക്കളോട് നാം നല്ല രീതിയിൽ നാം പെരുമാറുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിനായിട്ട് നാം ജീവിക്കുവാനും ഇത്തഖുല്ലാഹ്, അള്ളാഹുവിന് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളുടെ മാതാപിതാക്കൾക്കെല്ലാം അല്ലാഹു തആല അവൻ്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നൽകുകയും ചെയ്യുമാറാകട്ടെ.